ഇല്ല, ഈ വണ്ടിനെ കുറിച്ച് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. മറ്റേ നമ്മുടെ അവിടെ നാട്ടിൽ അന്നൊക്കെ നമ്മളിപ്പോ ഷോറൂമില് ഒന്നുകൂടി നല്ലതാന്ന് തോന്നാം. ഷോറൂമിൽ ഇപ്പൊ ഒരു പെട്രോൾ ചിലപ്പോൾ പെട്ടെന്ന് കയറി പോകണം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളൊരു യൂസർ റിവ്യൂ ആയിട്ട് തന്നെയാണ് വന്നത്. നമ്മുടെ പോളോ ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു പോളോ 1.2 TD ആണ് വണ്ടി. 2013 മോഡൽ വണ്ടിയാണ്. ഏകദേശം ഒരു 14 കൊല്ലത്തോളമായി ഇപ്പോൾ ഈ വണ്ടി എടുത്തിട്ട്. ഇതൊരു സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പോൾ അടുത്ത കൊല്ലം ഇതിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരാണ്. അപ്പോൾ ഒരു ലോങ് ടൈം എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഇതിന്ന് ഈ ഒരു വണ്ടിയുടെ ഓണറിനെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ അവൻ അതായത് ഇറങ്ങണ ആ സമയത്ത് തന്നെ മേടിച്ച ഒരു വണ്ടിയാണ്. അപ്പൊ അത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസും അത്രയും കൊല്ലം അതായത് ഒരു പോളോ മെയിൻറ്റെയിൻ ചെയ്തതും പ്രത്യേകിച്ച് ഒരു ഡീസൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കുറച്ചൊന്ന് പേടിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൻറ്റെയിൻസും പാർട്സിന്റെ ഇതൊക്കെ അറിയാലോ. നമുക്കൊരു ജർമ്മൻ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ എങ്ങനെയാണ് അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോ അവൻ എങ്ങനെയൊക്കെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാലത്ത് അതായത് ഇത്രയും ഇയേഴ്സ് ആയിട്ടുള്ള അവന്റെ എക്സ്പീരിയൻസും വണ്ടി എന്തൊക്കെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു 14 കൊല്ലത്തോളമായി. പ്രത്യേകിച്ച് ഡീസൽ ആയതുകൊണ്ട് ഇഷ്ടംപോലെ പണികളൊക്കെ നമുക്ക് ഇതിൽ വന്നിട്ടുണ്ടാവും ഇതില്. അപ്പൊ അതൊക്കെ അവൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്കൊരു ലോങ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് അവനെ ഷെയർ ആയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനും ഉണ്ട് പോളോനെ കുറിച്ചിട്ട്. നമ്മൾ പോളോന്റെ മുന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ. അതും എന്റെ ഫ്രണ്ടിന്റെ വണ്ടി തന്നെയാണ്. അതും ഒരു പോളോ 1.2 തന്നെയാണ്. അപ്പോ അത് പക്ഷെ അവൻ സെക്കൻഡ്സ് എടുത്ത വണ്ടിയാണ്. അത് മേടിച്ച ഒരു കൊല്ലം 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ. എന്നാൽ അവൻ അവൻ്റെതായിട്ടുള്ള ഒരു 2 കൊല്ലത്തെ ഇത് നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും അതായത് ഒരു 14 കൊല്ലത്തോളം യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവൻ തന്നെയാണ് ഫുള്ള് യൂസ് ചെയ്തിട്ടും അവൻ ഫാമിലി അത് അവരൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പൊ ജസ്റ്റ് നമുക്ക് അവനൊന്ന് സെൽഫായിട്ട് അവന്റെ എന്താണ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോ കിടക്കാം. ജസ്റ്റ് ഒന്ന് സെൽഫായിട്ട് പറഞ്ഞാൽ ഞാനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസാഫിന്റെ തന്നെ സെഡാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അക്കൗണ്ട്സിലാണ്. എനിക്ക് 11 വയസ്സുള്ളപ്പോൾ മേടിച്ച വണ്ടിയാണിത്. പിന്നെ അപ്പനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. നമ്മൾ ആ ഫസ്റ്റ് ടൈം എടുത്ത അതിനെ കാരണം നമുക്ക് ഈ വണ്ടിയിലെ യാത്ര എന്ന് പറഞ്ഞ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കരമായിട്ട് ഒരു റൈഡിങ് കംഫർട്ടാണ് ഭയങ്കര. പിന്നെ ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നു. പിന്നെ എന്റെ ചേച്ചി വണ്ടി കൊണ്ട് പോകാറുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ അപ്പോ നമുക്കിനി നേരെ അവൻ്റെ അടുത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കിടക്കാം. അപ്പൊ നമ്മള് നേരെ നമ്മുടെ വീഡിയോയിൽ കിടക്കാണ്. അപ്പോ ഇതൊരു ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് കുറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഇപ്പൊ ഈ ഒരു ടൈമിൽ പോളോ 1.2 എടുക്കാൻ പോകുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഒരു പോളോ 1.5 എടുക്കാൻ പോകുന്ന ആൾക്കാർക്കും ഒക്കെ ഉണ്ടാവുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അതായത് പാർട്സിന്റെ കോസ്റ്റ്, അല്ലെങ്കിൽ ഇനി പാർട്സുകൾക്ക് എങ്ങനെയാ എന്താ പറയാ പെട്ടെന്ന് കിട്ടുമോ, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങള്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഒന്ന് ചോദിക്കാം. അതായത് ഈ വണ്ടി ഫസ്റ്റ് ടൈമിൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ പോയി എടുത്ത ഒരാളാണ് അവൻ. ആദ്യം വണ്ടി ലോഞ്ച് ആയി വന്ന സമയത്ത് തന്നെ പോയിട്ട് എടുത്ത ഒരു വണ്ടിയാണ്. അപ്പോ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അത് പ്രത്യേകിച്ച് ജർമ്മൻകാരാണ് എടുക്കാൻ പോണെന്ന് നമുക്കറിയാലോ. അപ്പോ ആ പോളോയിലേക്ക് എങ്ങനെയാ വന്നപ്പോ സമയത്തൊക്കെ? നമുക്ക് ആദ്യം വീട്ടിലുണ്ടായിരുന്നത് ഒമിനിയുടെ വണ്ടിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ലാൻസർ മേടിച്ചു. അതൊക്കെ സെക്കൻഡ്സ് ആയിരുന്നു. ഒമിനി പുതിയത് മേടിച്ചാണ്. അത് നമ്മൾ മാറ്റി. അതിനുശേഷം നമ്മള് പുതിയ ചേച്ചിയുടെ കല്യാണം ആയപ്പോ ഒന്നൊരു നല്ല വണ്ടി മേടിക്കണം ഒരു ആഗ്രഹം വന്നു. അപ്പൊ നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത റിറ്റ്സ് ഇല്ലേ, അതാണ്. അപ്പൊ നമുക്കത് പെട്രോൾ ഡീസൽ അത് എനിക്കറിയില്ല, ഏതിന്റെയാന്ന് അറിയില്ല, വീട്ടുകാരാണ്. അപ്പൊ അത് നന്നായിട്ട് ഡിലേ ആയി. അതായത് അവര് കുറെ നാള് വൈകിയപ്പോ എന്ത് ചെയ്തു, നമ്മള് സ്പോട്ടില് ഇങ്ങനെ
അന്വേഷിച്ചപ്പോ നമുക്ക് കിട്ടി. ഇത് പെട്ടെന്ന് തന്നെ അവര് ഡെലിവറിയും ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. നമ്മൾ സ്പോട്ടിൽ അങ്ങനെയാണ് ഈ വണ്ടി ചൂസ് ചെയ്യാറ്. അല്ലാണ്ട് നമുക്ക് ഈ വണ്ടിനെ പറ്റിയോ ഒന്നും അറിയാൻ ഹൈവേ കൂടെ നമ്മളിങ്ങനെ ജസ്റ്റ് പാസ് ചെയ്യുമ്പോ ഷോറൂം കണ്ടു, ജസ്റ്റ് കയറി ചോദിച്ച, കാരണം വണ്ടി കണ്ടപ്പോ അപ്പൻ ഇഷ്ടായി, കാര്യങ്ങൾ കണ്ടു, അങ്ങനെ ഇല്ല ഈ വണ്ടിനെ കുറിച്ച് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. മറ്റേ നമ്മുടെ അവിടെ നാട്ടിൽ അന്നൊക്കെ ഫേമസ് ആയിട്ട് മാരുതി, അങ്ങനെ ടൊയോട്ട അങ്ങനത്തെ വണ്ടികളൊക്കെ ആണല്ലോ ആ സമയത്താണ് നമുക്ക് അറിയില്ല. ആ സമയത്ത് നമുക്കൊന്നും ഇതിനെ പറ്റി അറിയില്ല. പിന്നെ വീട്ടുകാരെ നമ്മുടെ അടുത്ത് തന്നെയാണല്ലോ ഈ ഹൈവേ എല്ലാ കാര്യങ്ങളും. അപ്പൊ അവരവിടെ പോയി നോക്കി, അവർക്ക് ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് തന്നെ ഡെലിവറിയും കാര്യങ്ങളും ചെയ്തു. നമ്മളതെടുത്ത് സെലക്ട് ചെയ്തു. അപ്പോ അതായത് അന്നത്തെ റേറ്റും കാര്യങ്ങളൊക്കെ വല്ല ഓർമ്മയുണ്ട്? അതായത് ആ സമയത്ത് എടുക്കുമ്പോ എത്ര സമയത്താണ് 8ന്റെ അടുത്തോളം താഴെ. അപ്പോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പിന്നെ അതിന്റെ താഴെ വരുന്ന ഫുൾ ഓപ്ഷൻ അതിന് റേറ്റ് കുറവുണ്ട്. മറ്റേ കംഫർട്ട് ലൈനൊക്കെ വരുന്നുണ്ട്. പിന്നെ അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ മറ്റേ ടൈപ്പാണ് ബേസ് മോഡല് വരുന്നത്. അപ്പോ ആ സമയത്ത് എടുക്കുമ്പോ ഡീസൽ വണ്ടിയാണ് എടുക്കണം അങ്ങനെ ഡീസൽ വണ്ടി, അപ്പന്റെ ഡീസലാണ് കൂടുതൽ താല്പര്യം. അവർക്ക് വീട്ടുകാർക്ക് വണ്ടിയോട് ഫീൽഡ് ഇഷ്ടമുണ്ട്. കാരണം ഞങ്ങൾ അപ്പന് ലോറി ഡ്രൈവറൊക്കെയാണ്, ലോറിക്ക് വീട്ടിൽ. അപ്പൊ അവർക്ക് ഒന്നുകൂടി ഡീസൽ വണ്ടിയാണ് താല്പര്യം. അവർക്ക് അതാണ് അങ്ങനെ എടുത്തത്. അപ്പോ അങ്ങനെയാണ് ഡീസൽ എടുത്തത്, സെലക്ട് ചെയ്ത്. എന്നിട്ട് പിന്നെ നീ ഓടിച്ചു വണ്ടി പഠിച്ചതും ഒക്കെ 18 വയസ്സായ അന്ന് തൊട്ട് ഞാൻ ഈ വണ്ടിയിൽ തന്നെയാണ്. വേറെ വണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വേറെ വണ്ടി വേറെ ഇല്ല, നമുക്ക് ഇത് മാത്രമല്ലോ. പിന്നെ നമ്മുടെ ചേട്ടന്മാരുടെ വണ്ടിയും അവരുടെ വണ്ടിയൊക്കെ ഉപയോഗിക്കാറുണ്ട്, മാരുതിയിലും ടൊയോട്ട വണ്ടികളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോ ഇത്ര കൊല്ലമായാലും ഇപ്പൊ നമ്മള് 14 കൊല്ലത്തോളം ആയി നമ്മൾ വണ്ടി യൂസ് ചെയ്യണു. അപ്പോ ഈ മൊത്തത്തില്, അതായത് ഇത്രയും കൊല്ലത്തില് ഇതില് പോളോ ഇതിന്റെ ഒരു ഇതെന്താണ് തോന്നണത്? പോളോനെ പറ്റി പറയുകയാണെങ്കിൽ പണ്ട് ചെറുപ്പത്തില് നമ്മുടെ ഒരു നമ്മള് അപ്പനാണല്ലോ ഫുള്ള് യൂസ് ചെയ്യാ. അപ്പൊ നമുക്ക് അധികം പൈസ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് അപ്പനെ ഓടിക്കണു, നമ്മള് അപ്പുറം സീറ്റിൽ ഇരിക്കണു. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു നമുക്ക് അപ്പുറത്തിരിക്കും ഭയങ്കര ഇതാണ്. നമ്മൾ അത്യാവശ്യം കാണാനും ലുക്ക് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ 18 വയസ്സായപ്പോഴാണ് നമ്മൾ ലൈസൻസ് എടുത്തു. അന്നോട്ട് വണ്ടി ഓടിച്ചു തുടങ്ങി. അപ്പൊ ഇതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ അടിപൊളിയാണ് ഈ വണ്ടി, പക്കയാണ്. പക്ഷെ ഫാമിലിക്ക്, അതായത് ബാക്ക് സീറ്റിലൊക്കെ ഇരിക്കുന്നവർക്ക് നമുക്ക് അത്ര കംഫർട്ട് ഞാൻ പറയില്ല. കാരണം നമ്മൾ അധികം ഇരുന്നിട്ടില്ല. പക്ഷെ ഫാമിലി ചേച്ചിയും അവരൊക്കെ എപ്പോഴും ഇരിക്കുമ്പോ ചേച്ചിയൊക്കെ എപ്പോഴും പറയും അവൾക്ക് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണം, കാരണം അവള് ഛർദിക്കുക അങ്ങനത്തെ ഒരു, കാരണം ബാക്ക് നന്നായിട്ട് താഴ്ന്നിട്ടുള്ള സീറ്റാണ്. സ്പേസ് കുറവാണല്ലോ, ഫ്രണ്ടില് നല്ല സ്പേസ് ഉണ്ട്. പിന്നെ സീറ്റ് ഭയങ്കരമായിട്ട് താഴ്ന്നിട്ടുള്ള സീറ്റാ. അപ്പൊ എല്ലാവർക്കും ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാനാണ് കൂടുതൽ താല്പര്യം. ബാക്ക് എല്ലാവരും എല്ലാവരും പറയാറുണ്ട് ബാക്ക് ഇരിക്കുന്നത് ഭയങ്കര കംഫർട്ട് ഇല്ല. ഒന്നാമത് ഈ ലെഗ് സ്പേസ് ഒന്നും ഇല്ലാത്ത കാരണം ഭയങ്കര ഒരു കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ബാക്കിൽ എപ്പോഴും ഫാമിലിയിൽ 5 പേരുള്ളവരുണ്ട്, ബാക്കിൽ എപ്പോഴും 3 പേര് ഇരിക്കും. ശരിക്കും 3 പേർക്ക് ഇരിക്കാനും പറ്റില്ല. ശരിക്കും 2 പേര് ഇരിക്കുകയാണെങ്കിൽ അത്ര ഞാൻ ഇപ്പോ മൂന്നാർ യാത്ര ചെയ്തപ്പോ ബാക്കിൽ 2 പേര്, ഫ്രണ്ടിൽ 2 പേര്. അപ്പൊ സുഖമായിട്ട് യാത്ര ചെയ്യാനും ഭയങ്കര സുഖമായിട്ട്. അപ്പൊ ആർക്കൊരു കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങള് സുഖമായിട്ട് പോയി വന്നു. അപ്പൊ നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എടുത്തിട്ട് ഇത്ര കൊല്ലം ആയല്ലോ. ഇത്ര കൊല്ലം എടുത്തിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ, അതായത് ഏറ്റവും ലോങ് പോയിട്ടുള്ളത് എവിടേക്കാവും? ഇപ്പോ എന്റെ ചെറുപ്പത്തില് വീട്ടുകാരായിട്ട് ഫാമിലി ആയിട്ട് കോയമ്പത്തൂരൊക്കെ പോയിട്ടുണ്ട്. എന്റെ ആന്റിയുടെ വീട് കോയമ്പത്തൂരാണ്, അപ്പൊ എന്റെ സഹോദരിയുടെ വീട് കോയമ്പത്തൂര് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വണ്ടി ഓടിച്ച് പോയിട്ട് മൂന്നാർ പോയിട്ടുണ്ട്, പത്തനംതിട്ട പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പോയി. അതിപ്പോ നമ്മളിപ്പോ ഓരോ സ്ഥലം ഇപ്പൊ ഹൈവേയിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് എങ്ങനെ വലിയ 20 കിട്ടും. ലോക്കൽ ഏരിയ അങ്ങനെ കുന്നും അങ്ങനെയൊക്കെ പോകുമ്പോ നമുക്ക് കുറവ് കിട്ടുള്ളൂ. അത്രയൊക്കെ കൃത്യമായിട്ട് പിന്നെ എന്തായാലും കിട്ടും മൈലേജ്. പിന്നെ എന്തായാലും ഉണ്ട് നമ്മുടെ 1.2 എന്തായാലും ഡീസലിന് അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടി തന്നെയാണ്. എങ്ങനെ പോയാലും ഒരു ലോങ് ഒക്കെ പോകുമ്പോ എങ്ങനെ പോയാലും ഒരു 10-20-22 പേരെ കിട്ടും. നമ്മളിപ്പോ ഒരു അത്യാവശ്യം എത്രയാ 10,3500 ഡീസൽ അടിച്ചിട്ട് പോയേ. എന്നിട്ട് അതിൽ അത്യാവശ്യം 100 കിലോമീറ്റർ പോലെ അത്യാവശ്യം കുറച്ചധികം ഡീസൽ അതിൽ കാണിച്ചത് തന്നെയാണ്. അത്യാവശ്യം ഡീസൽ ബാലൻസ് എടുക്കുന്നുണ്ട്. അത് പിന്നെ
ലോങ് നമുക്കിപ്പോ ഇതിപ്പോ കുറച്ച് ചവിട്ടി പൊളിച്ച് ഓടിച്ചാലും മൈലേജിനൊന്നും പ്രശ്നം ഒന്നും ഇതിനൊന്നും അത്ര പ്രശ്നമൊന്നും എന്റെ രീതിയിൽ കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് നല്ല മൈലേജ് മൈലേജ് കുഴപ്പമില്ല. എങ്ങനെയായാലും ഒരു ലോങ്ങില് 20 എന്തായാലും കിട്ടണം, അത് കിട്ടണം. 22 വരെ കിട്ടിയ ആൾക്കാര് നമ്മൾ അത്രക്ക് പ്രതീക്ഷിക്കുന്നില്ല. 20 ഓക്കെയാണ്. പിന്നെ 18-20 എന്തായാലും ലോക്കൽ ഓടുമ്പോഴാണ് പിന്നെ ഒരു 10-16 ലോക്കൽ ഓടുമ്പോ പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്നതിനും എല്ലാം അനുസരിച്ചിരിക്കും. ഓരോരുത്തർ ചിലപ്പോ പൊളിച്ചു അങ്ങനെ അത് അതിനെ പറ്റിയ വണ്ടിയാണിത്. അതായത് അതായത് ഈ വണ്ടിയിലെ ആൾക്കാരാണെങ്കിൽ എന്തായാലും കൊടുത്തിട്ട് തന്നെ പോകും. ഈ വണ്ടിയുടെ ഇതെന്ന് വെച്ചിട്ട് മറ്റേ ഡീസൽ വണ്ടിയാണല്ലോ. അപ്പൊ ഇനീഷ്യൽ കുറവ് അതല്ല ഇത് പെട്ടെന്നുള്ള ക്വിക്കായിട്ട് അതായത് പെടപെടാന്ന് നമുക്ക് കേറി പോവാനും അതായത് ഇപ്പൊ ഞാൻ പറയണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യാട്ടാ. ഇപ്പൊ സിഗ്നലിലൊക്കെ നിക്കുമ്പോ വണ്ടി ആദ്യം ഇപ്പൊ ഒരു വണ്ടി നിക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടി പതുക്കെ കയറി പോവുള്ളൂ. കയറി ഒരു സ്പീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി നല്ല കയറി പോകും. അതായത് ഇപ്പൊ നമുക്കിപ്പോ ചില വണ്ടികള് പെട്രോൾ വണ്ടിയൊക്കെ അതൊക്കെ തുടക്കത്തിൽ തന്നെ കയറി പോകും നല്ല സ്പീഡ്. ഡീസൽ ആയതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞ് വണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നല്ല സ്പീഡിൽ കയറി പോകും. വണ്ടി നല്ല കയറി പോകും. പിന്നെ വണ്ടി ഇപ്പൊ 100 120 അറിയില്ല. നല്ല സ്പീഡ് പിന്നെ ബ്രേക്കിംഗ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതുവരെ അങ്ങനെ വണ്ടിക്ക് നല്ല ബോഡി വെയിറ്റ് ഉള്ളവരുണ്ടും. അത് പിന്നെ അറിയാം. നമ്മള് പിന്നെ പണ്ട് ഇപ്പൊ ഓളമൊക്കെ ഇറങ്ങണ ഫസ്റ്റ് ടൈമിൽ എന്ന് പറഞ്ഞാൽ ആ ടൈമിലേക്ക് സെയിൽസുകാരൊക്കെ ആണെങ്കിൽ അതിന്റെ ബോഡി ക്വാളിറ്റിയും ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവര് നമ്മളെ കസ്റ്റമേഴ്സിന് ചെയ്യണ്ടായിരുന്നത്. ഡോറിനൊക്കെ ഇങ്ങനെ ഇതായിട്ട് നിക്കാന്നിട്ട് ഡോർ അങ്ങനത്തെ പരസ്യങ്ങളും അല്ലെങ്കിൽ അവര് കാണിക്കുന്ന സെയിൽസുകാരൊക്കെ അങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് അന്ന് ഇത് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഇതിന്റെ ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ ഒരു കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതിലൊക്കെ പക്കയാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഡീസൽ വണ്ടിയാണ് എല്ലാവരും എന്താ പറയാ ഒരു പോളോ ഡീസൽ എടുക്കാൻ പോകുമ്പോ ഇപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയാ ടെൻഷനാ അല്ലെങ്കിൽ ഒരു പ്രശ്നമാവും എന്ന് ചിന്തിക്കുന്ന കാര്യം പറഞ്ഞാൽ ഇതിന്റെ പാർട്സിന്റെ കോസ്റ്റും അല്ലെങ്കിൽ ഒരു ഡീസൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രത്യേകിച്ച് ഒരു ഡീസൽ ജർമ്മൻ കാർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ അതറിയാലോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും മറ്റൊരു മാരുതി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വണ്ടികൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഒന്നും നമുക്ക് എന്തായാലും ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടീനേക്കാളും പാർട്സ് ആണെങ്കിലും മെയിൻ്റെനൻസ് ആണെങ്കിലും ഒക്കെ അതിനോട് കൂടുതലാണ് നമുക്ക് ഈ വണ്ടിക്ക് വരുന്നത്. എനിക്ക് എങ്ങനെയാ ഫീൽ ചെയ്തിട്ടുള്ളത്? എനിക്ക് എന്ന് പറഞ്ഞാല് സഹായിച്ച് നമുക്ക് വലിയ അതായത് ഇത്ര കൊല്ലായാലോ നമുക്കൊരു 10-11 വർഷത്തിന് ശേഷമാണ് വലിയൊരു കംപ്ലൈൻസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊറോണ സമയത്ത് വണ്ടി ഹാൻഡ് ബ്രേക്കിൽ കുറച്ചാലും ഇട്ട് വെച്ചു. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പെട്ടെന്ന് കുറെ നാൾ വണ്ടി ഓടാണ്ട് കിടന്നല്ലോ. അപ്പൊ അതിന്റെ വീലൊന്ന് ജാമായി. അപ്പൊ നമ്മൾ അതിന്റെ 4 സെൻസറുകളൊന്ന് മാറ്റി. അപ്പൊ അത് അവര് ഷോറൂമുകാര് വന്ന് മറ്റേ വണ്ടിയിൽ എടുത്ത് കൊണ്ടുപോവാ ചെയ്തത്. അങ്ങനെ നമുക്ക് വന്നോണ്. പിന്നെ വേറെ നമുക്ക് അങ്ങനെ വന്നിട്ടുള്ളൂ. അല്ലാണ്ട് എപ്പോഴും കംപ്ലൈൻസ് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഡെയിലി ഓയിൽ മാറ്റണം അങ്ങനത്തെ സാധാരണ. പോളോയ്ക്ക് പിന്നെ എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് ABS പോയി പുതിയത് മാറിയാലും കുറച്ച് കഴിഞ്ഞ് വീണ്ടും പോവാ അങ്ങനെ സംഭവം ഉണ്ടല്ലോ. ABSന് അതിന്റെ സിഗ്നൽ കാണിക്കാറുണ്ടായില്ലേ? അത് ഇപ്പൊ ABSന്റെ സിഗ്നൽസ് കാണിക്കാറുണ്ട്. പിന്നെ കൂടുതലായിട്ട് അപ്പനാണ് ഇതിന്റെ മെയിൻ്റെനൻസിന് കാര്യങ്ങൾ കൊണ്ടുപോകാറ് അങ്ങനെ. പക്ഷെ നമുക്ക് അധികം അങ്ങനെ പിന്നെ നമ്മളധികം എപ്പോഴും ഇപ്പൊ 15 വർഷമായിട്ട് 95,000 കിലോമീറ്റർ കൊണ്ട് ഓടിയിട്ടുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലും നമ്മളപ്പോ അത്ര യൂസ് ചെയ്യണല്ലോ. പണ്ടൊക്കെ ഞായറാഴ്ചകളിൽ മാത്രമേ മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ ഞായറാഴ്ച യൂസ് ചെയ്യുന്നില്ല. അപ്പൊ കൂടുതൽ സഹോദരിമാരുടെ ചേച്ചിമാരുടെ വീട് അവിടേക്ക് പോകുമ്പോൾ ഒരാളുടെ വീട് കുന്നംകുളം ഫാമിലി അങ്ങനത്തെ മാത്രമേ യൂസ് ചെയ്യണുള്ളൂ. മറ്റേത് ചർച്ചയ്ക്കൊക്കെ പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറ്. ഇപ്പൊ ഞാൻ പറയണത് നമുക്ക് ഇപ്പൊ ഈ മെയിൻ്റെനൻസും കേസ് പറഞ്ഞല്ലോ. അപ്പൊ മറ്റേ നമുക്ക് ഷോറൂമിലാണോ സർവീസ് കൊടുക്കണം അതോ നമ്മൾ ലോക്കൽ കാര്യത്തിലാണോ? നമ്മള് രണ്ടും നോക്കാറുണ്ടോ ഓരോന്നിനനുസരിച്ച്. ചില കാര്യങ്ങള് നമ്മളിപ്പോ ഷോറൂമില് ഒന്നുകൂടി നല്ലതാന്ന് തോന്നാം അപ്പൊ ഷോറൂമിൽ എടുക്കും. ചിലത് ഷോറൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ അവര് ചെറിയ സംഭവത്തിന് വരെ ഫുള്ളായിട്ട് മാറ്റം പറയും. നമുക്കത് ചിലപ്പോ ഒരു ചെറിയൊരു സംഭവം മാറ്റാണ്ടല്ലോ അവര് പറയാ അതാ ഫുള്ളാക്കിട്ടാൻ പറഞ്ഞെന്ന് പറയും. അപ്പൊ നമ്മളത് പക്ഷെ ഇമ്പോർട്ടന്റ് ആയ വലുതൊക്കെ ആണെങ്കിൽ നമ്മളത് ഷോറൂമിൽ കൊടുക്കുക. ഇപ്പൊ ഈ ഷോറൂമുകാര് ഇപ്പൊ എത്ര കൊല്ലായി കൊണ്ട് ABSന്റെ ചെക്ക് ചെയ്യാനും എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തു. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ക്യാമ്പയിൻ പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് നമ്മുടെ എയർ ബാഗിന്റെ ഇത് എയർ ബാഗിന് സംഭവം.
ഇങ്ങനെ റീകോൾ ചെയ്തിട്ട് ഇങ്ങനെ അവര് എല്ലാരും ഞങ്ങളെ വിളിച്ചു, വിളിച്ചിട്ട് അവര് ചോദിച്ചു നിങ്ങൾക്ക് എപ്പോഴാ ഫ്രീ, അവര് അത്രയ്ക്കും ഇതാണ്. അതായത് ഇങ്ങനെ അത് മാറിക്കൊടുക്കണം വോക്സ്വാഗന്റെ ഒരു ഇതുണ്ട്. അപ്പൊ അവരിങ്ങനെ നമ്മുടെ ഈ വണ്ടികളൊക്കെ ഇങ്ങനെ പഴയ വണ്ടികളൊക്കെ വിളിച്ചിട്ട് അതിന് എയർ ബാഗിന്റെ ഇഗ്നിറ്റർ മാറി കൊടുക്കാണ്. അപ്ഡേറ്റഡ് ആയിട്ട് ഇതാണ് എയർ ബാഗിന് നമുക്കറിയാലോ എത്രയും ഇമ്പോർട്ടന്റ് ഒരു കേസാണ്. അത് സർക്കാരിന്റെ ഒരു എന്തോ ചെക്കിങ് നിർബന്ധം പറഞ്ഞു, അങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞു. അത് പിന്നെ ഫ്രീ, നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ അല്ല. പിന്നെ അവര് നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. അല്ല അവര് വിളിക്കുമ്പോഴായാലും നമ്മള് ഭയങ്കര റെസ്പെക്ട് ചെയ്തിട്ടാണ് നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഉള്ളവര്. അപ്പോ സർവീസും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയേക്കണം. ഇപ്പൊ ഇത്ര നാളെ മേടിച്ചതിൽ ഇപ്പൊ എന്തെങ്കിലും വലിയ മേജർ ആയിട്ട് എന്തെങ്കിലും ഒരു പാർട്സ് മാറാനോ അല്ലെങ്കിൽ ഒരു മേജർ ആയിട്ട് കംപ്ലൈൻസ് എന്തെങ്കിലും വരെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇത്രേപോലെ തന്നെ ഒരു? പിന്നെ എന്റെ അറിവിലില്ല, ഇനി ഉണ്ടാക്കാൻ തന്നെ അപ്പനോട് ചോദിക്കേണ്ടി വരും. അപ്പോ ഇതിനെല്ലാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത്ര കൊല്ലം ആയല്ലോ നീ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അപ്പൊ ഇനി ഇപ്പൊ അടുത്ത കൊല്ലം ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരാണ്. അപ്പൊ ഇനി വീണ്ടും വണ്ടി ഇത് കീപ്പ് ചെയ്യാനാണോ അതോ? അതായത് എനിക്ക് അപ്പന് ഇത്ര നാളായാലും യൂസ് ചെയ്യണോ, അപ്പൊ അപ്പൻ പറയണു നമുക്കൊരു SUV മോഡലിലേക്ക് ചിന്തിക്കേണ്ട അപ്പൻ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഈ വണ്ടി എന്നോടാണ് താല്പര്യം, കൊണ്ടു നടക്കാനാണ് ഇനി താല്പര്യം എന്ന് പറഞ്ഞു ആൾക്ക്. പക്ഷെ ഇത്ര 15 വർഷമായല്ലോ, അപ്പൊ ഒരു വേറൊരു ചേഞ്ച്. അപ്പൊ ആളിങ്ങനെ SUV എടുത്താലോ എന്നൊക്കെ ആളിങ്ങനെ ചിന്തിക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്തിനാ, നമുക്ക് ഈ വണ്ടി ഉണ്ടല്ലോ, ഇത് മതി. കാരണം എനിക്ക് പിന്നെ ഇത് നമുക്ക് വെച്ചിട്ട് ആളെന്തായാലും സമ്മതിക്കില്ല. കാരണം 2 വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും വരുമ്പോ നമുക്ക് താങ്ങില്ല. പക്ഷെ നമ്മൾ ഇതിപ്പോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് തുടക്കം തൊട്ട് നമ്മളെ യൂസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഇതിനെ പ്രത്യേകിച്ച് പോളോ, പ്രത്യേകിച്ച് ഡീസലും കൂടിയാണ്. അപ്പൊ നമുക്ക് ഇനി അല്ലെങ്കിൽ നമുക്ക് ടൈമിൽ പെട്ടെന്നൊരു ടൈമിൽ ഇനി ഒരു എന്താ പറയാ വേറൊരു ഡെയിലി യൂസ് അല്ലെങ്കിൽ ഡെയിലി റൺ പോലെ വേറെ കാർ ഇങ്ങനെ ഡീസൽ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതുപോലെ നല്ലൊരു വണ്ടി കിട്ടിയെന്ന് വരില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഇതിൽ നമുക്കിപ്പോ അറിയുന്നതുകൊണ്ട് വണ്ടി വലിയ കുഴപ്പമില്ല, കാര്യങ്ങൾ ഓയിലിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ പക്കയാണ് നമ്മുടെ നിലയിൽ നമ്മുടെ വണ്ടി. പക്ഷെ ഇനി നമ്മൾ ചിലപ്പോൾ എടുക്കാൻ പോണ വണ്ടി ചിലപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല. കാരണം കുറെ കംപ്ലൈന്റ്സും കുറെ ഇഷ്യൂവും അറിയാലോ ഉള്ളതാണ് നമുക്ക് വണ്ടി. അപ്പോ ഇത് എന്റെ ഒരു ഇതില് കൊടുക്കാണ്ട് അതിലിത് കീപ്പ് ചെയ്യാനാണല്ലോ. കാരണം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി യൂസ് ഒന്നും ഇല്ല, പിന്നെ ജോലി ചെയ്യുന്നത് തൊട്ടടുത്ത് തന്നെയാണ്, ഡെയിലി യൂസ് ഇല്ല. പിന്നെ ഫാമിലീസ്, അതായത് സഹോദരന്മാർ വീട്ടിൽ അങ്ങനെ ഫംഗ്ഷനുകൾക്ക് പോവാ, അങ്ങനെ ഉള്ളൂ. അപ്പൊ നമുക്കത് ഒരു പുതിയ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ലാന്നാണ് എന്റെ ഒരു ചിന്ത. അപ്പൊ നമുക്ക് കാരണം ഈ വണ്ടി ആകുമ്പോൾ അത്യാവശ്യം മോഡലുണ്ട്, പിന്നെ അത് മാത്രമല്ല നമുക്ക് നല്ല മൈലേജും ഉണ്ട്. പിന്നെ ഇപ്പൊ എത്ര ലോങ് വേണമെങ്കിൽ പോവാം. ടെസ്റ്റ് കഴിഞ്ഞ് കിട്ടിയാൽ നമുക്ക് വീണ്ടും 5 കൊല്ലം ഉപയോഗിക്കാലോ. പിന്നെ നമ്മളെന്തിനാ വെറുതെ പൈസ. ഇപ്പൊ നീ അഥവാ ഇപ്പൊ ഒരു ഇത് കൊടുക്കണില്ലേ എനിക്ക്, അല്ലെങ്കിൽ ഇപ്പൊ നിനക്ക് ഇനി ഇപ്പൊ ഒരു വേറെ ഇഷ്ടമുള്ള കാറ് വേറെ എടുക്കാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും കാറുണ്ടോ? എന്തെങ്കിലും എനിക്ക് ആഗ്രഹം അങ്ങനെ അല്ല, ഇതിപ്പോ അതായത് വണ്ടി കൊടുക്കണില്ല എന്നാലും ഒരു എന്താ പറയാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു വേറെ ഇതിലേക്ക് പോകണം എന്ന് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു കാർ മേടിക്കണം ആഗ്രഹിച്ച മഹീന്ദ്രയുടെ താറൊക്കെ എടുക്കുന്ന ആഗ്രഹമൊക്കെ അത് ആർക്കായാലും നമ്മുടെ ഏജിലുള്ള എല്ലാവർക്കും ഒരു ആഗ്രഹം തന്നെയാണല്ലോ. അത് അപ്പനും ഇഷ്ടം തന്നെയാണ്, അതാണ് ഇഷ്ടം. പിന്നെ അതില് നമുക്ക് ഫാമിലിന് അധികം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഫാമിലി യൂസ് പോലെ അത് എത്ര എളുപ്പമല്ല. അപ്പൊ പിന്നെ അതാണ്. പക്ഷെ നമുക്ക് ഇതന്നെ മതി. പിന്നെ ഇപ്പോഴും ഇന്നലെയും കൂടിയും ഒരാള് വീട്ടിലേക്ക് നമുക്ക് വീട്ടില് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആടിനെ നോക്കാനൊരു ചേട്ടൻ വന്നപ്പോ ആ ചേട്ടൻ ചോദിച്ചു ആളുടെ മോൻ ഇപ്പോഴും പോളോ അന്വേഷിച്ച് നടക്കണെന്ന്. അപ്പൊ എന്റെ വണ്ടി കണ്ടപ്പോ ചോദിച്ചതാണ്. അപ്പൊ ആള് ചോദിച്ചു അവരുടെ അടുത്ത് പലരും പറഞ്ഞു ഫ്രണ്ട് തട്ടും അടി തട്ടുണ്ട് അങ്ങനെ പ്രശ്നം. എനിക്ക് അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ഫുള്ള് ബാക്കും എല്ലാം നിറച്ച ആൾക്കാർ കയറുന്ന കഴിഞ്ഞാൽ ഹമ്പ് ചാടുമ്പോ മാത്രം നമ്മുടെ ഈ മങ്കാട് ഇതില്ല അതാന്ന് തോന്നുന്നു. അത് ഒന്ന് ചിലപ്പോ അതിന്റെ അടിയത്തെ സൈലൻസറിന്റെ അടിഭാഗം അപ്പൊ ചില ഹമ്പ് നമ്മൾ അടിച്ചു പോവില്ല, അങ്ങനെ പ്രശ്നം. പതുക്കെ അതൊന്ന് നമ്മളൊന്ന് നോക്കി നമുക്കറിയണം കുഴപ്പമില്ല, എടുത്ത് പോയി ഞാൻ കിട്ടും. പക്ഷെ പെട്ടെന്ന് ഒരു യൂസ് ചെയ്യാത്ത ഒരാളൊന്നും എടുക്കുകയാണെങ്കിൽ ചിലപ്പോ അടിച്ചു അങ്ങനെ പോകുള്ളൂ. അത് നമ്മളത് ഹമ്പൊക്കെ ലോഡുള്ള വണ്ടിയാണെങ്കിൽ പതുക്കെ നമ്മളതൊന്ന് നമുക്കറിയാലോ നമുക്ക് പ്രശ്നം വരില്ല. അല്ലെങ്കിൽ അടി തട്ടുന്ന ഇഷ്യൂ വരാറുണ്ട് കുറെ. ലോഡാകുമ്പോ അങ്ങനെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട് കുറെ.
പിന്നെ പറഞ്ഞാൽ പാർട്സിനും അതുപോലെ മെയിൻ്റെനൻസ് ഒന്നും വലിയ പ്രശ്നമില്ല എന്നാണ് നീ പറയണത് ഇപ്പൊ. അല്ല അതിപ്പോ അല്ല ഓരോരുത്തർക്ക് ഡിപ്പെൻഡൻസ് ചെയ്യിക്കട്ടോ. കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം ചിലപ്പോ ഞങ്ങൾക്ക് ഇത്ര ഓട്ടമില്ലാത്ത കറണ്ടായിരിക്കാം. ചിലപ്പോ ഡെയിലി യൂസ് ലോങ് പോണ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് നാളെ ലോങ് അതായത് ഒരു മാസത്തോളം, അതായത് ഞാൻ മെഡിക്കലിലെ വർക്കിന് പോയ സമയത്ത് കോഴിക്കോട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇടക്കിടക്ക് പോയിട്ടുണ്ടായിരുന്നു. കോട്ടയം കാറിലാണ് ഞാൻ യൂസ് ചെയ്യാം. അങ്ങനെ ഒരു മാസം, അതൊരു മാസം കുറച്ചാളെ ജോലിക്ക് പോയുള്ളൂ. ഡീസലും മൈലേജും കാര്യങ്ങളൊക്കെ അതാണ് നമുക്ക് ഇതിൽ പോകുമ്പോഴാണ് നമുക്ക് ലാഭം. കാരണം ഡീസലായ കാരണം അവർ നമുക്ക് കൺവിൻസ് തരുമല്ലോ, കിലോമീറ്ററിന് ഇത്ര പൈസ ഡീസൽ നമുക്കൊന്നും നമുക്ക് കുറച്ചായി മെച്ചം കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് ഡീസൽ വണ്ടിയാണ് ഒന്നുകൂടി ലാഭം. ശരിയാ. അതായത് ഇപ്പൊ ഞങ്ങളുടെ എന്റെ ഒരു ഫ്രണ്ടിന് തന്നെ നമ്മുടെ ഒരു വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വെർണ എടുക്കാൻ പോയ ഒരു യൂസർ റിവ്യൂ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അവൻ ആദ്യം പോളോ ഡീസൽ എടുക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അവന് പോളോ 1.5 ആണ് ഞങ്ങൾ തപ്പി നടക്കണ്ടായിരുന്നത്. അപ്പൊ ഏകദേശം ഒരു 6-7 മാസത്തോളം ഞങ്ങൾ കുറെ സ്ഥലത്ത് പോയിട്ട് പോളോ കുറെ നോക്കി എല്ലായിടത്തും. അതായത് പക്ഷെ കുറെ വണ്ടികൾ കണ്ടു നമ്മള്. പക്ഷെ എന്നാലും എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വണ്ടിയും കംപ്ലൈൻസ്, ഇഞ്ചക്ടർ പോവുക, അല്ലെങ്കിൽ ഓയിൽ ലീക്ക്, അല്ലെങ്കിൽ ക്രാങ്സി ലീക്ക്, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ, കംപ്ലൈൻസ് ഇതൊക്കെയാണ് വരുന്നത്. അപ്പൊ അതായത് അപ്പൊ ആ വണ്ടി ഇപ്പൊ അവന് ഒരു 4 ലക്ഷത്തിന് എടുത്താലും ആ വണ്ടി എടുത്തിട്ട് അതിന്റെ പാർട്സും അല്ലെങ്കിൽ അതിന്റെ മെയിൻ്റെനൻസിനും കൂടിയിട്ട് വീണ്ടും 1 ലക്ഷം അല്ലെങ്കിൽ ഒരു 1.5 ലക്ഷം കൊണ്ട് വീണ്ടും അവൻ കാശ് ചെലവാക്കേണ്ടി വരുന്നു. അങ്ങനെ കുറെ അന്വേഷിച്ചിട്ടൊന്നും ആ വണ്ടി അവന് കിട്ടിയില്ല. അവന് ഡീസൽ എടുക്കണം തന്നെയാണ് ആഗ്രഹം. ഒരു പോളോ 1.5 എടുക്കണം തന്നെയാണ് ആഗ്രഹം തന്നെ. കാരണം എന്താ വെച്ചാൽ അവന് ഡെയിലി ഓട്ടമുള്ള ഒരാളാണ്. അപ്പൊ അവൻ എന്തുകൊണ്ടും ഈ ഡീസൽ ഇതാണ് കുറച്ച് നല്ലത്. മൈലേജ് ആണ് മെയിനായിട്ട് നോക്കണം. പിന്നെ അതുപോലെ പോളോയുടെ ഇഷ്ടം കൊണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ കുറെ നോക്കി, എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല വണ്ടി. കാരണം അതാ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പൊ ഈ കൊടുത്തു കഴിഞ്ഞാൽ നിനക്കായാലും അതുപോലെ നല്ലൊരു വണ്ടി കിട്ടണമെന്നില്ല. കാരണം നമ്മള് അന്നാ സമയത്ത് കുറെ അന്വേഷിച്ച് കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പൊ കുറെ വണ്ടി നോക്കിയ വണ്ടികളൊക്കെ ഇങ്ങനത്തെ കംപ്ലൈൻസും ഫുൾ ഓയിൽ ലീക്കുകളും അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് നമ്മള് പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് പിന്നെ അവൻ അത് വെർണയിലേക്ക് പോയി. എന്നിട്ടാണ് പിന്നെ വെർണ എടുത്തത്, ഒരു വെർണ പെട്രോൾ എടുത്തത്. അത് കുഴപ്പമില്ല, ഒരു 16 റേഞ്ച് മൈലേജ് കിട്ടണം. എന്ന് വെച്ചാൽ അവന് ഇടുക്കിയിലാണ് അവൻ വർക്ക് ചെയ്യണത്. അപ്പൊ അവന് ഓട്ടം കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് നമ്മൾ അന്ന് ഡീസൽ നോക്കിയത്. പിന്നെ കുറെ തപ്പി കിട്ടാണ്ടായി. ഇപ്പൊ പിന്നെ രണ്ടും കൽപ്പിച്ച് പിന്നെ വെർണയ്ക്ക് പോയി. അതാണ് ഞാൻ പറയണത് വെച്ചാൽ ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ എനിക്കറിയണ ഇപ്പൊ എന്റെ പോലെ എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കും പോളോ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരും ഇപ്പൊ എന്നെ വിളിക്കാറുണ്ട്. ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എടാ ഇങ്ങനെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ട്, അല്ലെങ്കിൽ നിനക്ക് കൊടുത്താലോടാ, ഇത് ഇനി മതിയായില്ല, അങ്ങനെയൊക്കെ ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പറയും എടാ ഇങ്ങനത്തെ ഒരു വണ്ടി നിനക്ക് ചിലപ്പോൾ നല്ലത് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു പാർട്സ് മാറ്റി കഴിഞ്ഞാൽ കുഴപ്പമില്ലടാ, പിന്നെ അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഞാനത് കൊടുക്കണ്ടെന്ന് പറയാളൂ. പിന്നെ അത്രയ്ക്കും പൊട്ട വണ്ടിയാണെങ്കിൽ മാത്രമാണ് ഞാൻ പറയാം അത് കൊടുത്ത് അവസാനിപ്പിച്ചു. കാരണം പിന്നെ കുറെ കാശ് നമ്മൾ ചെലവാക്കിയിട്ട് കാര്യമില്ല. കാരണം ഇതിന്റെ പാർട്സിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത റേറ്റ് ഓരോ പാർട്സിനും വരണത്. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ലോക്കൽ സാധനങ്ങൾ മേടിച്ചിടാം, പക്ഷെ എന്നാലും നമുക്ക് ഒരു ഒറിജിനൽ സാധനത്തിന്റെ ക്വാളിറ്റി അതിൽ കിട്ടണമെന്നില്ല. അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ അതുകൊണ്ട് അറിയുന്ന ആൾക്കാരൊക്കെ ഡീസൽ ആണെങ്കിലും നല്ല വണ്ടിയാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനേ പറയുള്ളൂ. കാരണം നല്ല മൈലേജും ആണ്, പിന്നെ ഓടിക്കാനുള്ള കംഫർട്ട്, ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇത്ര കൊല്ലം ഓടിച്ച ആളുകൾ നിങ്ങൾക്ക് അറിയാലോ ഇതിന്റെ കംഫർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. ഈ ഒരു വണ്ടി ഓടിച്ചിട്ട് ബാക്കി വേറെ വണ്ടിയിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ ആ വ്യത്യാസം നമുക്ക് ഫീൽ കിട്ടും. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ. അപ്പൊ കാരണം ഇതിപ്പോ എല്ലാവർക്കും പോളോ പെട്രോൾ ആകുമ്പോൾ പിന്നെയും നമുക്ക് അത്ര വലിയ മെയിൻ്റെനൻസ് വരുന്നില്ല. അപ്പൊ ഡീസൽ ആകുമ്പോൾ നമ്മൾ ഈ സമയത്തൊക്കെ എടുക്കണവര് നന്നായി നോക്കി അല്ലെങ്കിൽ നന്നായി ആലോചിച്ചിട്ട് അവർ എടുക്കുള്ളൂ. കാരണം ഇതിന്റെ പിന്നാലെ ഒരു മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമല്ല. ഇത്രയും നമ്മളിപ്പോ ഇത്ര 1 ലക്ഷത്തിന് ഒരു വണ്ടി മേടിച്ചിട്ട് വീണ്ടും അതിന്റെ അടുത്ത ഒരു 1.5 എമൗണ്ട് വീണ്ടും അതിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ നടക്കണ കേസല്ലല്ലോ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനാണെങ്കിലും നല്ല വണ്ടിയാണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനേ പറയുള്ളൂ എല്ലാവരും. അതാണ് ഞാൻ നിന്റെ അടുത്ത് ആദ്യം പറഞ്ഞ വണ്ടി കൊടുക്കണ്ട, ഇനി കൊടുത്തു കഴിഞ്ഞ പോലെ നല്ലൊരു വണ്ടി കിട്ടില്ല എന്ന് പറഞ്ഞു നോക്ക്. അതല്ലേ എനിക്ക് താല്പര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ല അച്ഛന്റെ ഒരു പിന്നെ ഞാൻ പറഞ്ഞു തന്നെ നല്ലത് പറഞ്ഞു. നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ അതല്ല നല്ലത്. ടെസ്റ്റും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, കിട്ടുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇപ്പോ ചേച്ചിയും ഇവര് കൂടിക്കണ്ടല്ലോ, അപ്പൊ അവർക്കൊക്കെ ഒപ്പീനിയൻ എന്താ? എല്ലാവർക്കും അതായത് ഡ്രൈവിംഗ് എല്ലാവർക്കും ചേച്ചിക്കും ഭയങ്കര ഇഷ്ടം. അവള് ഇതിൽ തന്നെ വണ്ടി ഓടിച്ച് പഠിച്ചതും അവന്റെ 3 ചേച്ചിമാരും വണ്ടി ഓടിച്ച് പഠിച്ചത് തന്നെയാ. പക്ഷെ 3ാമത്തെ ചേച്ചിയാണ് കൂടുതലായിട്ട് വണ്ടി ഉപയോഗിക്കുന്നത്. മറ്റേ കല്യാണം കഴിഞ്ഞു. അപ്പൊ ആ ചേച്ചി നന്നായിട്ട് കുഴപ്പമില്ല, അവൾക്ക് ഇഷ്ടമാണ്. ഇത് കൊടുക്കാൻ ഇല്ല താല്പര്യം. അതെനിക്ക് മാത്രമല്ല കസിൻസിന് ചില പിള്ളേർക്കോ ആർക്കും വലിയ താല്പര്യം. ആ സമയത്ത് പറഞ്ഞാണെങ്കിൽ എനിക്ക് നമുക്കറിയാം, ഞാനാണെങ്കിലും നമുക്ക് ആ സമയത്ത് പറഞ്ഞാൽ നമ്മുടെ അവിടെ ഈ ഇതില് ആദ്യം മേടിച്ച് നീയാ പോള്, ഇറങ്ങിയ ടൈമിൽ മേടിച്ച് നീയാ. അപ്പോ നമുക്ക് അന്നോട്ട് അറിയാം പോളോ. പിന്നെ പോളോന് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഇതിന്റെ സംഭവം എന്താന്ന് നന്നായിട്ട് അറിയാം. കാരണം വണ്ടി അത്രയും നല്ലൊരു അടിപൊളി വണ്ടി എന്ന് പറഞ്ഞതിന്റെ ആവശ്യമില്ല.
അപ്പൊ ഡീസൽ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലും പറഞ്ഞത് ഈ പാർട്സിന്റെ കേസും ഇതൊക്കെ കൂടുതലും സംസാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അറിയാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ കേസാണ്. നമുക്ക് ഇപ്പൊ യൂസർ റിവ്യൂ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും വണ്ടിയുടെ കോസ്റ്റ് അല്ലെങ്കിൽ വണ്ടിക്ക് എന്തൊക്കെ മെയിൻ്റെനൻസ്, അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റിലാണെങ്കിലും അല്ലെങ്കിൽ ആൾക്കാർ മനസ്സിലുള്ള ചോദ്യങ്ങളും ഒരു സംശയങ്ങളും ഡൗട്ടുകളൊക്കെ ഉണ്ടാകും. ഞാൻ കൂടുതലും ഈ മെയിൻ്റെനൻസും പാർട്സും ഇതെങ്കിലും കടന്ന് ചോദിച്ചത്. എനിക്ക് ഇനി പതിനഞ്ചോളം ഇനി റീടെസ്റ്റ് വരണമെങ്കിൽ എനിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോ സീരിയല് ചിലപ്പോ അതിന്റെ പാട്ടിന്റെ ഇതിന് റിവേഴ്സ് ക്യാമറ അന്നത്തെ റിവേഴ്സ് ക്യാമറ പറ്റണേ വെക്കണം. പിന്നെ എ സിയുടെ വിൻഡോ അതൊക്കെ ഒന്ന് വിൻഡോ അത് ചേച്ചിയുടെ പിള്ളേര് നശിപ്പിച്ചതാ. അവര് ഓരോ സാധനം കുത്തി 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 അത് മാത്രല്ല അവര് ഈ വണ്ടിയിലുള്ള ഓരോ സാധനങ്ങൾ എടുത്തിട്ട് നശിപ്പിച്ചതാ. അപ്പൊ അതൊന്ന് ഇതാക്കണം. പിന്നെ വണ്ടിയുടെ സീറ്റ് കവറൊക്കെ ഒന്ന് അടിച്ച് ഒന്ന് വണ്ടി ഒന്ന് മെയിൻറ്റെയിൻ ആ സീറ്റ് അതേ സീറ്റ് ഒന്നും ചെയ്തില്ല. മേടിച്ചിട്ട് പിന്നെ വേറെ എന്തെങ്കിലും നമ്മൾ ആ ടൈമിൽ മേടിച്ചിട്ട് പിന്നെ വേറെ എന്തെങ്കിലും വണ്ടിയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു അഡീഷണൽ ആയിട്ട് വേറെ എന്തെങ്കിലും? വണ്ടി അഡീഷണൽ ആയിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും വണ്ടി സ്റ്റോക്കിൽ തന്നെ അതന്നെ. പിന്നെ മുകളിലെന്താ കളർ അത് അടിച്ചു. ഇനിയിപ്പോ ടെസ്റ്റിന് പോകുമ്പോ എന്തായാലും ഇനി പെയിന്റും ചെയ്യേണ്ടി വരും. ഫുൾ പെയിന്റിംഗ് ഒക്കെ എന്തായാലും ചെയ്യാം. ഫുൾ പെയിന്റിംഗ് ചെയ്യണം. ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് വേറെ വയ്ക്കണം. അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നത് പുതിയ വണ്ടിക്കുള്ള പൈസ ചെറിയ വണ്ടി മോഡിഫൈ ചെയ്ത് ഇപ്പൊ ഇപ്പൊ നമ്മുടെ ടൈപ്പ് 1 കിടക്കുന്ന വണ്ടിയാ. നമുക്കാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഇപ്പൊ ടൈപ്പ് 3 ആണെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റാം. നിസാര പൈസക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പൈസയൊക്കെയാ. ടൈപ്പ് 3 ഗ്രില്ലും ഇതിന്റെ ബമ്പറൊക്കെ മേടിച്ചിട്ട് എന്തായാലും ടെസ്റ്റിക്ക് മാറ്റാണല്ലോ. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ ഹെഡ്ലൈറ്റ് മാറ്റിട്ട് ഒന്നുകൂടി നല്ല അടിപൊളി സാധനം വെക്കുന്ന ആഗ്രഹം. ഇപ്പൊ കുറെ പേര് പുതിയ മോഡല് അങ്ങനത്തെ പല സാധനങ്ങൾ ഇറങ്ങിയിട്ട് ഇപ്പൊ GTA തന്നെ മോഡല് ഉള്ള സാധനം ഉണ്ട് അതിന്റെ. അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് വേറെ ഓഡിയുടെ ടൈപ്പ് ഹെഡ്ലാമ്പ് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പറഞ്ഞാൽ കുറെ ആൾക്കാർ ഇപ്പൊ ടൈപ്പ് 1 ടൈപ്പ് 2 ഉള്ള വണ്ടിയൊക്കെ എടുത്തിട്ട് ടൈപ്പ് 3 കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ മോഡലിന്റെ ഫസ്റ്റ് ആ ഗ്രില്ല് കണ്ടുണ്ടാവില്ല, ആ ഒരു അങ്ങനത്തെ ഗ്രില്ലും അതിന്റെ ബമ്പറൊക്കെ വെക്കണ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്തായാലും ഫുൾ പെയിന്റിംഗ് ചെയ്യണമല്ലോ. അപ്പൊ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പുതിയൊരു ലുക്കിലേക്ക് വരികയും ചെയ്യും. ടൈപ്പ് ഏറ്റവും പുതിയ ഇതിലേക്ക് ആവുകയും ചെയ്യും. ഹെഡ്ലൈറ്റ് ചെയ്യാൻ കാരണം വേറെ ഒന്നല്ല. ഹെഡ്ലൈറ്റ് കാരണം നമുക്കിത് എത്ര നാൾ യൂസ് ചെയ്യുമല്ലോ. അപ്പൊ അതിനുള്ളൊരു അപ്പൊ ചേട്ടാ ഇതാണ് ഞാൻ ജസ്റ്റ് ഒരു പോളോന്റെ ഇപ്പൊ നമുക്ക് അറിയാലോ. എല്ലാ വ്യൂ ഒന്നും കാണിച്ചേണ്ട ആവശ്യമില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ടോ. അവൻ പറഞ്ഞല്ലോ മറ്റേ ഗ്ലാസ്, അതായത് ഹെഡ്ലൈറ്റിന്റെ ഒക്കെ ഒരു ഇത്. അത് ഇത്ര കൊല്ലമായാലും, ഇത്ര 15 കൊല്ലത്തോളം 14 കൊല്ലത്തോളം ആയാലും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ജസ്റ്റ് ഗ്ലാസ് ഒക്കെ മങ്ങിയതാണ്. ഇതാണ് വണ്ടിയുടെ അവസ്ഥ. പെട്ടെന്ന് അതിനോട് ഇങ്ങനെ വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് വണ്ടി വാഷ് ചെയ്യാനൊന്നും പറ്റിയില്ല. പറഞ്ഞ കുഴപ്പമൊന്നുമില്ലടാ എന്ന് പറഞ്ഞു. അതാണ് ഇങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത്. പെട്ടെന്ന് കുറച്ച് ഒരു സ്ഥലത്തേക്ക് പോയിട്ട് വന്നിട്ട് ആണ് നമ്മൾ വീഡിയോ എടുക്കണം. അപ്പൊ അതിൻ്റെതായുള്ള കുറച്ച് ചെളിയും ഇതൊക്കെ ഉണ്ടാകും. പറഞ്ഞ് വാഷ് ചെയ്ത് ദിവസം എടുക്കാടാന്ന് പറഞ്ഞൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതാണ് സംഭവം. നമുക്കിനി അടുത്ത് നമുക്ക് ജസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ പറയാം. അതായത് ഡ്രൈവ് ചെയ്തിട്ടുള്ള എൻ്റെ കുറച്ച് സംസാരങ്ങളും പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളും ഇത് കാണിച്ചു തരാം. അപ്പൊ അതിന്റെ സീറ്റും കാര്യങ്ങളും ഒന്നും അവന് മാറിയിട്ടില്ല കേട്ടോ. ഈ വണ്ടി ശരിക്കും കംപ്ലീറ്റ് സ്റ്റോക്കാണ്. അതായത് 14 കൊല്ലമായിട്ട് അവൻ യൂസ് ചെയ്യുന്ന വണ്ടിയാണത്. 14 കൊല്ലമായിട്ട് സ്റ്റോക്കായിട്ട് തന്നെയാണ് ഈ വണ്ടി ഉപയോഗിക്കുന്നത്. വേറെ ഒന്നും അവൻ ചെയ്തിട്ടില്ല ഇതുവരെ. വേറെ എന്തെങ്കിലും അപ്ഗ്രേഡ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞേക്കണത് ആകെ ഞാൻ ടെസ്റ്റിന്റെ സമയം മുന്നേ അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ഒന്ന് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ മാറ്റണമെന്നുണ്ട്. എന്നിട്ട് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട്. അതാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അത്ര അടിപൊളിയായിട്ടൊന്നല്ല, ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കാണിച്ചു തരാം. സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. പിന്നെ അതുപോലെ ഇതാണ് സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നിട്ട്. ആ സമയത്ത് നമ്മൾ വണ്ടി ഉള്ള സമയത്തുള്ള സീറ്റൊക്കെ ആട്ടത്. ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം ഊഹിക്കാലോ എത്രയോ കൊല്ലം യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ ഒന്നും ഇതിൽ വേറെ എന്താ പറയാ അഡീഷണൽ ആഡ് ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് സ്റ്റോക്കായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണ്. പിന്നെ വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എനിക്ക് പേഴ്സണലി അറിയുന്ന വണ്ടിയാണ്. വേറെ എന്താ പറയാ ഓയിൽ ലീക്കിന്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ്സോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല നീറ്റ് വണ്ടിയാണ്. ഈ 1.2 ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ പറയാ വലിയൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഡീസൽ 1.2 എന്ന് പറയുമ്പോൾ തന്നെ കുറെ കംപ്ലൈന്റ്സും കുറെ ഇഞ്ചക്ടറിന്റെ ഇഷ്യൂസും കുറെ ഓയിൽ ലീക്കുകളും അങ്ങനെയൊക്കെ വരുന്ന ഒരു വണ്ടിയാണത്. അപ്പോൾ അത് ഇത്ര ഇതിൽ നല്ല രീതിയിൽ കൊണ്ടുനടക്കാന്നുണ്ടെങ്കിൽ അത് അവന്റെ കഴിവ് തന്നെയാണ്. അവന്റെ പേരെ കഴിവ് തന്നെയാണ് വെച്ചാൽ അങ്ങനെ അത്ര രീതിയിൽ വണ്ടീനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടാണ് ഇത്രയും ഒരു ലീക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇഞ്ചക്ടറിൽ കംപ്ലൈൻസുകളോ ഒന്നും ഇല്ലാണ്ട് ഇപ്പോഴും വണ്ടി നല്ല ഇതിലായിട്ട് കിടക്കണത്. വേറെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നുമില്ല. പക്കാ നീറ്റ് വണ്ടിയാണത്. അപ്പൊ നമുക്ക് നേരെ വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങളും ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് പറയാം.
അപ്പൊ ചേട്ടാ, അപ്പൊ നമ്മള് വണ്ടി ജസ്റ്റ് നമ്മള് എപ്പോഴും എടുക്കണ പോലെ ഡ്രൈവ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വിചാരിച്ചു. അപ്പൊ ചേട്ടാ, അപ്പൊ നമ്മള് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിക്കാൻ എടുത്തു. അപ്പൊ അവൻ പറഞ്ഞല്ലോ അതിന്റെ കുറച്ച് കംപ്ലൈന്റ്സ് കാര്യങ്ങളും പറഞ്ഞിട്ടായിരുന്നു. അതായത് മറ്റേ AC വെന്റുകളുടെ കാര്യങ്ങൾ കൂട്ടിയത് പറഞ്ഞാൽ എല്ലാ AC വെന്റും പൊട്ടി കിടക്കാം. അതായത് സെൻട്രൽ AC വെന്റ് ആണെങ്കിലും അപ്പുറത്തെ AC വെന്റ് ആണെങ്കിലും ഇതൊക്കെ പൊട്ടിയേക്കാം. ഇതുണ്ട് ഇവിടുത്തെ കൺട്രോൾ ചെയ്ത സാധനങ്ങളൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാതൊക്കെ പൊട്ടി ഫുള്ള് പോയേക്കാം. അപ്പൊ ഇത് ഫുള്ള് മാറാണ്ട് ഇനി വേറെ വഴിയില്ല, നമ്മള് ഫുള്ള് മാറണം അത്. പിന്നെ അതുപോലെ ഇതിന്റെ ഒരു മോഡ്, അതായത് മൂന്നാമത്തെ മോഡിൽ മാത്രമാണ് AC വർക്ക് ആവുള്ളൂ. അതും അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് വണ്ടിക്ക്, ചെറിയ ചെറിയ പണികൾ. അതിപ്പോ ഇത്ര കൊല്ലൊക്കെ ആയല്ലോ, അപ്പൊ അതിന്റേതായിട്ടുള്ള പണികൾ. പിന്നെ AC വെന്റ് പോണത് കംപ്ലൈന്റ് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പോളോന് എപ്പോഴും ഉള്ള കംപ്ലൈന്റ് ആണ് അത്. പിന്നെ ഇത് ഉണ്ണികള് കുറച്ച് കളിച്ചിട്ടാണ് പോയെന്നാണ് പറയുന്നത്. എന്നാലും ഈ AC വെന്റ് ഇങ്ങനെ പൊട്ടാറുണ്ട്, നമ്മുടെ ഇതിന് കംപ്ലൈന്റ് വരാറുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോഴും പോണ ഒരു സംഭവമാണ് അതിന്റെ ABS കാര്യങ്ങളൊക്കെ. അപ്പൊ അവന്റെ ABS ഒക്കെ അവന്റെ പറയുന്നത് ഇങ്ങനെ അധികം പോയിട്ടില്ല എന്നാണ് പറയണത് ഇപ്പൊ. പിന്നെ അതുപോലെ വേറൊരു സാധനമാണ് നമ്മുടെ ഇവിടെ വരുന്ന ഫിനിഷർ എന്ന് പറയും. അത് പോളോ വീണൊക്കെ അറിയാം, എപ്പോഴും പോണ സംഭവം. അതിങ്ങനെ ഹാർഡായിട്ട് അതിന്റെ സാധനങ്ങളൊക്കെ പൊട്ടി അങ്ങനെ പോകും. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ വരുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ വേറെ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ വണ്ടിക്ക് നിലവിൽ ഇപ്പൊ 94,980 സംതിങ്ങോളം ഓടിന്റെ വണ്ടി 1,00,000 എത്താറായിട്ടുണ്ട്. അപ്പൊ അതിന്റെ മേജർ സർവീസും കാര്യങ്ങളൊക്കെ അതിന്റെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അത് നമ്മള് ഒന്നല്ലെങ്കിൽ ഒരു 1,20 കിലോമീറ്ററിൽ അല്ലെങ്കിൽ വണ്ടി ഒരു 8 കൊല്ലം കഴിയുമ്പോഴാണ് നമ്മൾ അതിന്റെ ടൈമിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ മാറുന്നത്. അപ്പൊ ആ ഒരു സംതിൽ വരണത് ടൈമിംഗ് കിറ്റ്, വാട്ടർ പമ്പ്, ടെൻഷൻ റോള്, അങ്ങനെ ആ ഒരു കിറ്റ് അടക്കമാണ് മാറാ ചെയ്യുന്നത്. അത് എന്തായാലും മാറണം. അത് ഇപ്പോഴും മാറിയില്ലെങ്കിൽ അത് ചിലപ്പോ അതിന്റെ ബെൽറ്റ് പൊട്ടി അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അല്ലെങ്കിൽ വാട്ടർ ലീക്ക് വരെ അങ്ങനെയൊക്കെ കുറെ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പൊ മേജർ സർവീസും കാര്യങ്ങളൊക്കെ അവനത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ. അപ്പോ ആ കാര്യങ്ങളും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കറിയാലോ ഇത്ര കൊല്ലം ആയിട്ടുണ്ട്, അപ്പൊ അതിൻ്റെതായുള്ള ചെറിയ ചെറിയ കംപ്ലൈന്റ്സും കാര്യങ്ങളൊക്കെ ചെറുത്. പക്ഷെ ഈ ഒരു ഡീസൽ വണ്ടിയും പോളോ വെച്ച് നോക്കുമ്പോ നമുക്ക് കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ് കംപ്ലൈന്റ്സ് കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. അപ്പോ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇരിക്കണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി സ്റ്റീലാണ് ഇരിക്കുന്നത് കേട്ടോ. പക്ഷെ ഇതും പൊട്ടയെന്നല്ല, ഇതിന്റെ ഇതാണെങ്കിലും നല്ല അടിപൊളി സാധനം തന്നെയാണ് ഇരിക്കുന്നത് ഒക്കെ. അപ്പോ അങ്ങനെയാണ് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ എന്താണ് നമുക്ക് പറയാനുള്ളത് വണ്ടിയെ കുറിച്ചിട്ട്? ഓടിച്ചതിന്റെ അടുത്ത എന്തെങ്കിലും എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഈ വണ്ടിയിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം കൂടി ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിച്ച എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? അതായത് ഈ ഒരു ഫീച്ചറും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയാലും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ശരിക്കും പറയാന്ന് വിചാരിച്ചു. അതായത് ഞാൻ പറഞ്ഞല്ലോ ഇനീഷ്യലി പുള്ളി ഇങ്ങനെ കാര്യം, അത് ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ പെട്രോൾ വണ്ടിയും ഡീസൽ വണ്ടിയും തമ്മിൽ കമ്പയർ ചെയ്ത് പറഞ്ഞാണ്. അതായത് ഈ വണ്ടിക്ക് നമ്മൾ തീരില്ലാന്നല്ല. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു പെട്രോൾ വണ്ടി ചിലപ്പോ പെട്ടെന്ന് കയറി പോകുന്നതും ഡീസൽ വണ്ടി കയറി പോകുന്നതും ഇത്തിരി വ്യത്യാസം ഉണ്ടാവില്ല. ആ ഒരു കമ്പാരിസൺ തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞത്. അല്ല, അതായത് ഞാൻ വെച്ചത് അതിപ്പോ നമുക്കൊരു വണ്ടി ഇപ്പൊ പറഞ്ഞല്ലോ, ഇത്ര കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ നീ ഇത്ര നാൾ യൂസ് ചെയ്തിരുന്ന എനിക്ക് എന്തെങ്കിലും ഒരു സാധനം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി, അങ്ങനെ എന്തെങ്കിലും ഫീച്ചർ? എനിക്ക് അതായത് റിവേഴ്സ് ക്യാമറ, അത് പലപ്പോഴും നമുക്ക് ഈ പല സ്ഥലത്തും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് റിവേഴ്സ് ക്യാമറ. അതുണ്ടെങ്കിൽ എനിക്ക് അതൊരു നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ മണ്ണത്തീസ് അടിക്കണം. അപ്പോ അത് ഉണ്ടായ കുറച്ച് ബെറ്റർ ആയിരുന്നു തോന്നി. അതല്ലാണ്ട് വേറെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? പിന്നെ അതായത് വേറെ എന്തെങ്കിലും വേണമായിരുന്നു വണ്ടിയുടെ ഉള്ളിലാണോ ഉദ്ദേശിച്ചത്? മൊത്തത്തില് അതായത് ഇന്നൊരു ഫീച്ചർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. വണ്ടി പൊതുവെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള വണ്ടി തന്നെയാണ്. അത് പിന്നെ മോഡൽ അങ്ങനെയാണ്. അല്ലെങ്കിൽ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ വണ്ടിയിൽ? ഈ സാധനം ഭയങ്കര ഒരു ഇതാന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും? അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. കാരണം ഫീൽ ചെയ്യാത്ത വേറെ ഒന്നല്ല, ഞാൻ വേറെ മാറി കുറെ വണ്ടികൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോ പെട്ടെന്ന് പറയായിരുന്നു ആ വണ്ടി ഈ വണ്ടിയിൽ അങ്ങനെ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടില്ല, കാരണം ഞാൻ വേറെ വണ്ടി യൂസ് ചെയ്യാതിരുന്നിട്ടില്ല. അപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുമ്പോ ഇപ്പൊ ഇനിയിപ്പം 80 പോയാലും 100 പോയാലും 120 പോയാലും ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസം. ഒരേ സ്പീഡ് കയറി തന്നെ പിന്നിലിരിക്കണോ ഇവിടെ ഇരിക്കണവർക്ക് അറിയില്ല. എത്ര സ്പീഡ് പോവാണെങ്കിലും നമുക്ക് അതായത് ഇപ്പൊ നമ്മുടെ ബാക്കിൽ അമ്മമാര് ഇരിക്കണെങ്കിൽ അവർക്കായാലും അങ്ങനെ ഇങ്ങനെ ഇത്ര സ്പീഡിൽ കൊണ്ടുപോകുന്നുള്ള ചിന്ത വരില്ല. നമുക്ക് അതൊരു വേറെ കുലുക്കം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നില്ല. പിന്നെ അതേപോലെ ബ്രേക്ക് പിടിച്ചാൽ അതെ നമ്മളിപ്പോ ആ ഒരു
രീതിയിലാണ് വണ്ടി നിൽക്കും. അതായത് സ്ലോ ആയിട്ടും നല്ല ഇതില് വണ്ടി നിൽക്കാറുണ്ട്. ടയറൊക്കെ എന്താ മാറിയിട്ടുള്ളത്? അതൊക്കെ കുറച്ചാളായി മാറിയിട്ട്. ബാറ്ററി കാര്യങ്ങളൊക്കെ നോക്കിയാൽ പുത്തൻ ഇരിക്കണം. വേണമെങ്കിൽ ഇവിടെ നിനക്കൊന്ന് കയറ്റി കൊടുത്താൽ അറിയാൻ പറ്റും വണ്ടി. ഞാൻ പിന്നെ എപ്പോഴും ഓടിക്കുന്ന. അപ്പൊ ഇനി എന്തായാലും കൊടുക്കണില്ല തീരുമാനമായിരുന്നു. നിനക്ക് കൊടുക്കാൻ താല്പര്യമില്ല? പക്ഷെ വീട്ടുകാര് നോക്കണ്ടേ, കാരണം മോഡല് ഒന്നുകൂടിയും, കാരണം ഞാൻ ഒന്നുകൂടി ഹൈറ്റ് നീ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഇപ്പൊ എനിക്ക് ഭയങ്കര ഹൈറ്റ് ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ഭയങ്കര സീറ്റ് ഭയങ്കരമായിട്ട് പിന്നിക്ക് ആക്കിയിട്ടൊക്കെയാണ് ഞാൻ. അതെനിക്ക് പലപ്പോഴും ഭ്രാന്ത്. കാരണം അതെനിക്ക് ഞാൻ ചിലപ്പോ കണ്ടല്ലേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ എന്റെ ഇവിടെ ഇത്ര ഇതാവും, ഹൈറ്റ് ഭയങ്കരമായിട്ട് ഇതാവും. അപ്പൊ ഞാൻ പിന്നെ എന്റെ കാല് വലിയ കാല, അപ്പൊ എനിക്ക് നന്നായിട്ട് ഇറക്കി ഇടണം. എന്നിട്ട് ഞാൻ സീറ്റ് കുറച്ച് പിന്നിക്കണം. അപ്പൊ ഏതാണ് മറ്റേ ഇങ്ങനെ സ്പോർട്സ് കാറിൽ ഇങ്ങനെ ഇരിക്കുക. ഒന്നാമത് ഇപ്പൊ ഇങ്ങനെ ഒരു ഇത് ഇട്ടിട്ട് വരെ നമുക്ക് ബാക്കിന്റെ സ്പേസ് ഭയങ്കര കുറവാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാര് എന്താ പറയാ ഇതിന് പറഞ്ഞേക്കണത് ലെഗ് സ്പേസിന്റെ പ്രശ്നം. ബാക്കിൽ ഫ്രണ്ട് ഓടിക്കാനും ഡ്രൈവർ അല്ലെങ്കിൽ ഈ ഇതൊക്കെ പക്കയാണ്, പക്ഷെ ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്റെ തന്നെ ഒരു കസിൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന എന്റെ ഒരു ചേട്ടൻ പോളോ എടുത്ത റെഡ്. അപ്പൊ അവര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തടിയുള്ള കുറച്ച് ആൾക്കാർ അവര്. അപ്പൊ അവർക്ക് എടുത്തിട്ട് പിന്നെ അവർ കൊടുക്കാനുള്ള കാരണം വെച്ചാൽ ഇതുകൊണ്ടൊക്കെയാണ്. അവര് എല്ലാ ആൾക്കാരും അത്യാവശ്യം നല്ല തടിയും ഇതുള്ള ആൾക്കാരായതുകൊണ്ട് അവർക്ക് ഭയങ്കര ഒരു കൺജസ്റ്റഡ് പോലെ ഫീൽ ചെയ്തിട്ടാണ് അവര് വണ്ടി സെയിലാക്കിയത്. അറിയാം. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാര് കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്നത്. അതെ, ഇപ്പൊ ഞാൻ നല്ല സീറ്റ് കെട്ടിട്ടാ ഞാൻ കാല് അവിടെ വന്ന് മുട്ടും. അപ്പൊ അത് നമുക്ക് യാത്ര ചെയ്യാൻ വലിയ സുഖം ഉണ്ടാവില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ. ഞാൻ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഒരുവിധം മാക്സിമം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തന്നുണ്ട്. ഇതൊക്കെയാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് കംപ്ലൈന്റുകൾ എന്നൊക്കെ എനിക്ക് കാണിച്ചു തന്നു. അപ്പൊ ചേട്ടാ, അപ്പൊ നമ്മള് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുള്ള കേസുകളും പിന്നെ നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ പറയാ, നമുക്ക് ഒരാൾക്ക്, അതായത് ഒരു പോളോ എടുക്കാൻ പോകുന്ന ആൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവൻ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസും അവൻ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു നമ്മുടെ പ്ലാൻ. അതായത് ഒരു ജർമ്മൻ വണ്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്, അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ കാര്യങ്ങൾ. അപ്പൊ നമുക്കെല്ലാ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു. ഇനി ഒരു പോളോ 1.2 TDI അത് ഡീസൽ വണ്ടി എടുക്കാൻ പോകുന്നവർക്കും മെയിൻ്റെനൻസിനെ കുറിച്ച് പേടിയുള്ളവർക്കും അതൊക്കെ അതിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലെ യൂസ് ചെയ്ത് നമ്മൾ വരണതാണ്.